തിരുവനന്തപുരം മുതലപ്പുഴി മണ്ണ് നീക്കൽ തടസ്സപ്പെട്ടതിൽ നടത്തിയ CITU മാർച്ചിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതിഷേധം. സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചാണ് മാർച്ച് നടന്നത്. അതേസമയം സംയുക്ത സമരസമിതിയുമായി മന്ത്രിതല ചർച്ച നാളെ നടക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, മുതലപ്പുഴയിൽ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അവിടെ അടിയുന്ന മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ളത്. ഇന്നത്തെ സമരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. CPMന്റെ മന്ത്രിയാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം ഉറക്കെ വിളിച്ചാണ് CPMന്റെ തൊഴിലാളി സംഘടനയായ CITU മാർച്ച് നടത്തി പ്രതിഷേധം അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അഖിൽ. വിനോദേ, ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിൽ മണ്ണടിഞ്ഞു നിൽക്കുന്ന ആ കടൽ തീരത്താണ്. എൻ്റെ പുറകിലാണ് അത് ആ കടൽ ആർത്തിരമ്പി വരുന്നത്. എനിക്ക് മുൻപിൽ കാണാം ഈ പൊഴിക്കരയും കാണാൻ സാധിക്കുന്നുണ്ടാകും. ഞാൻ ഈ രണ്ടിൻ്റെയും നടുക്കുള്ള ഈ മണൽത്തിട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നതനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ അത് ടക്കർ ഉപയോഗിച്ച് വലിച്ച്, അതായത് കായലിൽ നിന്നും ഈ മണൽത്തട്ടയിലൂടെ വലിച്ച് കടലിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്നും എത്തിക്കുന്ന ബോട്ടുകൾ അത് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ, അത് ഇവിടേക്ക് എത്തിക്കുന്ന സമയത്ത് അത് വീണ്ടും മറ്റൊരു ഇത് ഉപയോഗിച്ച് തള്ളിയാണ് കടലിലേക്ക് ഇറക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ഈ മണൽ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവർ നിരവധിയായ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യം തന്നെയാണ് ഈ മണൽത്തിട്ട ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നതും. ഓരോ മത്സ്യത്തൊഴിലാളികളും ജീവൻ കൈ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ചേട്ടാ, ഈ മണൽ കാരണം നിങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഈ മണൽ മാറ്റുന്നതിൻ്റെ വേഗതയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മന്ത്രി പറയുന്നത് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നടക്കത്തില്ല. പറ്റുന്നു അവർ ചെയ്യണമെന്ന് പറയുന്നു, പക്ഷെ ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു മാറ്റവും ഇല്ലാണ്ട് മണ്ണ് കയറി കിടക്കണം. ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഓടി ഇരുന്നെയാണ്, ഇപ്പോഴും അതും ഇല്ല. ഈ മന്ത്രിയാണ് ഞങ്ങൾ തടസ്സങ്ങളൊക്കെ ചെയ്തിട്ടാണ്, പാലങ്ങളൊക്കെ തടസ്സം ചെയ്തിട്ടാണ് ഇപ്പം അവിടെ ഇത് പണി ചെയ്തത്. അവിടെ ഒരു മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വന്നത്. എന്നിട്ട് മണ്ണെടുത്തോണ്ടിരിക്കുന്നു, അവിടെ മണ്ണ് കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിൽ പോയിരുന്നാൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ അടിക്കുന്ന കടൽ കണ്ട നിങ്ങൾ താണ്ട് ഇതുപോലെ വരുന്ന കണ്ട ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാണ്. അവിടെ ഇതിൻ്റെ ആയിട്ട് പ്രശ്നമാണ്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ പണിക്ക് ഇനിയും പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തെങ്കിലും നല്ല രീതിക്ക് അവർ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഇവിടെ ഈ വിനോദ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ്, അതായത് കരയുടെ പകുതി ഭാഗത്തേക്ക് കടൽ ആർത്തിരമ്പി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നിൽക്കുന്നത് വരെ, അതായത് ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് കടൽ കയറി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മണൽ നിൽക്കാൻ ഒരു എഡ്ജർ മാത്രമാണ് ഉള്ളത്. അതുപയോഗിച്ച് മാത്രമാണ് നിലവിൽ മണൽ നിൽക്കുന്നത്. ഈ പരന്നു കിടക്കുന്ന ഈ മണൽത്തിട്ട ഈ ഒരു യന്ത്രം ഉപയോഗിച്ച് എത്ര പ്രാവശ്യം നീക്കിയാൽ മാത്രമായിരിക്കും ഈ മണൽ നീക്കം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയുടെ ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇന്നത്തെ പ്രതിഷേധവും ചേർത്ത് പറയാനുള്ളത്. ഇന്ന് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത്, ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ആ സജി ചെറിയാനെതിരെയാണ് ഇന്ന് ഈ CPMന്റെ തന്നെ തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നത്. ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്കാണ് ആ സമരം ഉണ്ടാകുന്നത്. ആ സമരത്തിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഈ മണൽ നിൽക്കുന്ന കാര്യത്തിൽ മന്ത്രി അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അവർ വിളിക്കുന്ന മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം
വിളിക്കാൻ അവർ തന്നെ തയ്യാറാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പ്രതികരിച്ച എല്ലാ മത്സ്യത്തൊഴിലാളികളും, അതായത് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞത് ഈ സമരവുമായി മുന്നോട്ട് പോകും. അതായത് ഈ മണൽ മാറ്റി, അതായത് ഏകദേശം ഈ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ 7ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഇങ്ങനെ മണൽ കയറിയതിൻ്റെ ഭാഗമായി വെള്ളക്കെട്ടിന് നടുവിലേക്ക് പോവുകയാണ്. അങ്ങനെ വെള്ളക്കെട്ടിന് നടുവിലേക്ക് പോകുമ്പോൾ ആ വെള്ളം മുറിച്ചു മാറ്റുന്നതിലേക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം ഒരു താൽക്കാലികമായി മാത്രമായി ഇങ്ങനെ മണൽ മാറ്റുന്നതിലേക്ക് വേണ്ടി വന്നാൽ അത് അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തുന്നതിലേക്ക് വേണ്ടി, സ്വന്തം മക്കളെ നോക്കുന്നതിലേക്ക് വേണ്ടി, വീട്ടിലെ ദാരിദ്ര്യം മാറ്റുന്നതിലേക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഇങ്ങനെ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത്. അതായത് ആർത്തിരമ്പി വരുന്ന ഈ കടലിനെ മുറിച്ചു കടന്നുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പുറകിലേക്ക് കാണാം വലിയ തിരമാലകളാണ് ഇങ്ങോട്ട് ആർത്തിരമ്പി വരുന്നത്. ഈ തിരമാലകളെയെല്ലാം മുറിച്ചു കടന്നുകൊണ്ടാണ്, ഈ മണൽത്തിട്ടയും മറികടന്നുകൊണ്ടാണ്, സ്വന്തം ജീവിതത്തെയും ജീവനെയും കൈപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകുന്നത് എന്നതാണ് ഈ ചിത്രങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ അതിന് സാക്ഷിയാണ്. എത്ര ബുദ്ധിമുട്ടിയാണ് തിരികെ ആ ബോട്ടുകൾ തള്ളി പുറകിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് തള്ളിവിട്ട ആ വാഹനം അത് തിരികെ വരാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അങ്ങനെ ഓരോ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് മത്സ്യബന്ധനത്തിനായി മത്സ്യത്തൊഴിലാളികൾ ഈ മണൽത്തിട്ടയും ഭേദിച്ച് പോകുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്ന സമരം അത് മന്ത്രിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കൂടിയുള്ള, അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയും ഈ സർക്കാരിനെതിരെയും സ്വന്തം സർക്കാരിനെ പാർട്ടിയെയും അനുകൂലിക്കുന്ന സംഘടന തന്നെ സമരത്തിന് നേതൃത്വം നൽകിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. മന്ത്രി നാളെയാണ് ഈ സംയുക്ത സമരസമിതിയുമായും ട്രേഡ് യൂണിയനുകളുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. നാളെ ചർച്ച നടക്കും. ആ ചർച്ചയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിന്റെ ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. അതിവേഗം ഡ്രഡ്ജിംഗ് നടത്തി ഈ മണൽ മാറ്റൽ പ്രക്രിയ നടപ്പിലാക്കണം. അതിനോടൊപ്പം ഈ മണൽ മാറ്റലിന്റെ വേഗതയ്ക്ക് വേണ്ടി മറ്റൊരു ഡ്രഡ്ജർ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിർദ്ദേശമാണ് ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്നത്. വിനോദ്, ഈ CITUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ അഖിൽ, നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ, എല്ലാ സംഘടനകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? INTUC അവിടെ റീത്ത് സമർപ്പിച്ചുള്ള സമരം കണ്ടു. അപ്പോൾ CITU മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം, ഇതിൽ എല്ലാ യൂണിയനുകളും സംയുക്തമായിട്ടാണോ ഈ സമരം നടത്തുന്നത്? നാളത്തെ ചർച്ചയിൽ സംയുക്ത യൂണിയനെയാണോ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളതും? അഖിൽ, ഈ നിലവിൽ എല്ലാ യൂണിയനുകളും നിലവിൽ സമരത്തിലാണ്. INTUC ഉണ്ട്, CITU ഉണ്ട്, BMS ഉണ്ട്. എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ സമരത്തിലാണ്. സംയുക്തമായ സമരസമിതിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സമരവും മുതലപ്പുഴയിൽ നടക്കുന്നുണ്ട്. ഈ സംയുക്ത സമരസമിതിയും ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടാണ് നാളെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ചർച്ച വിളിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള, ഇന്ന് രാവിലെ CITUവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു, അതിനു മുമ്പ് INTUCയുടെ നേതൃത്വത്തിൽ സമരമുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ട്രേഡ് യൂണിയനുകളായി സമരത്തിലാണ്. പക്ഷേ സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പറയുന്നത് അവർക്ക് അതിവേഗം ഈ മണൽ മാറ്റിയില്ലെങ്കിൽ വിവിധങ്ങളായ അഞ്ചുതെങ്ങ്, പെരുമാതുറ, വലിയതുറ, അതുപോലെ തന്നെ പല സെന്റ് ആന്റണീസ് പോലുള്ള പല പ്രദേശങ്ങളിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇതുവഴി മത്സ്യബന്ധനത്തിനായി പോകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ സാക്ഷ്യം. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര മാത്രമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കാണുന്ന ഈ മത്സ്യബന്ധനത്തിനായി ബോട്ടുകൾ ഇറക്കിക്കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകൾ. അവിടെയാണ് ഈ സമരത്തിൻ്റെ പ്രസക്തിയും കൂടി വർദ്ധിച്ചു വരുന്നത്. വിനോദ്, തീർച്ചയായും വളരെയധികം ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുതലപ്പുഴയിലെ ജനങ്ങൾ സമരം നടത്തുന്നത്. അതിന് CITU തന്നെ നേതൃത്വം നൽകുന്നു. CPMൻ്റെ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU പരസ്യമായി പ്രതിഷേധ മാർച്ച് നടത്തിയത്. നാളെ മന്ത്രി നേരിട്ട് ഈ പണിമുടക്കുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന സംയുക്ത തൊഴിലാളി യൂണിയനുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുതലപ്പുഴയിൽ നിന്നും അഖിൽ പാലോട്ടുമടം.